നമ്മൾ മലയാളികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചമ്മന്തികൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും ഇഡ്ഡലി ദോശ അതേപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ വരെ നമ്മൾ ചമ്മന്തി വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള 3 ചമ്മന്തികളുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൽ ഒന്ന് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പുദീന ചമ്മന്തിയാണ്. പുദീന നല്ലപോലെ ചേർത്തിട്ടുണ്ടാക്കുന്ന പുദീന ചമ്മന്തിയാണ് ഒന്നാമത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. രണ്ടാമത്തത് നമ്മൾ ഉപ്പുമാങ്ങ മാങ്ങ ഉപ്പിലിട്ട് വെക്കും. മാങ്ങക്കാലത്തൊക്കെ അതിൽ നിന്ന് ഉപ്പുമാങ്ങ എടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത്. മൂന്നാമത്തത് ഒരു കുടംപുളി ചമ്മന്തിയാണ്. അങ്ങനെ 3 ചമ്മന്തികളുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട പുദീന ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം തന്നെ മതി, അധികം ആവശ്യമില്ല. അപ്പോൾ ഇഞ്ചിയുടെ സ്മെല്ല് മുന്നിട്ട് നിൽക്കും. പിന്നെ പുദീന, അതൊരു പിടി പുദീന എടുക്കണം. നമ്മൾ കൈകൊണ്ട് ഒരു പിടി പുദീന നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് വേണം, തേങ്ങ വേണം. അപ്പോൾ ഉപ്പ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് മാത്രം ഉപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി അരച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വിനെഗർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും വിനെഗറിൻ്റെ ഒരു പുളിപ്പൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് എനിക്ക് ഉപ്പ് കുറവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അമ്മിമ്മ വെച്ചിട്ട് അരച്ചെടുക്കാം, അമ്മിമ്മൽ അരയ്ക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഇതിനേക്കാളും ഗ്രൈൻഡറിൽ ഇടുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എനിക്കിവിടെ അമ്മി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പുദീന ചമ്മന്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചമ്മന്തിയായ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പുമാങ്ങ ഇത് അധിക കാലമായിട്ടില്ല ഞാൻ ഈ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിട്ട്, ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അലിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊരു കത്തി കൊണ്ട് നമുക്ക് ചെറിയ പീസാക്കാം. കാരണം ഇത് നമുക്ക് ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കിയതിന് ശേഷം, അതായത് അധികം ചെറിയ പീസാക്കണ്ട, നമുക്കിതൊന്ന് അടിഞ്ഞ് കിട്ടാനുള്ള പാകത്തിനുള്ള പീസ് ആക്കിയതിന് ശേഷം ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ഒക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കണില്ല കേട്ടോ. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ആ തേങ്ങയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഒരു 3 ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് മൂന്നാമത്തെ ചമ്മന്തി കുടംപുളി ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു പാനിൽ 1 ടേബിൾ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 10-12 ചെറിയ ഉള്ളിയും 1 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഇട്ട് കൊടുത്തു. പിന്നെ ഈ റെഡ് ചില്ലി, ഡ്രൈ ചില്ലി ഒരു 4-5 എണ്ണം, പിന്നെ കുടംപുളി ഒരു 4 ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം. പിന്നെ കുടംപുളി 4 കഷ്ണം എടുക്കുമ്പോൾ ചമ്മന്തി കുറച്ചൊന്ന് തിക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് തിക്കായിട്ട് ചമ്മന്തി നിൽക്കുന്നത് ഒരുവിധം ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. ചമ്മന്തിക്ക് കുറച്ച് പുളി മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 4 പീസ് എടുക്കണ്ട, വെറും 2 കഷ്ണം കുടംപുളി മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ തന്നെ ആവശ്യത്തിന് പുളിയും അതേപോലെ തന്നെ നമുക്ക് ഉള്ളിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ 2 കഷ്ണം മാത്രം എടുത്തിട്ട് ചെയ്യാം. ഒരുവിധം ആർക്കും തിക്കുള്ള ചമ്മന്തി ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിക്ക് ഉള്ള ചമ്മന്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 കഷ്ണം എടുത്തോ, ഇല്ലെങ്കിൽ 2 കഷ്ണം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് വെറും 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. പിന്നീട് നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഓയിൽ വേണമെന്ന് വെച്ചാൽ ഒരു 1/2 ടേബിൾ ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ വെളിച്ചെണ്ണയിലിട്ട് വഴച്ചെടുത്തത് കൊണ്ട് കുറച്ചൊരു എണ്ണമയം ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ കുടംപുളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്സ്.